ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. സോ അവരുടെ സിറ്റുവേഷൻ എന്താണ്, തോട്ട്സ് എന്താണെന്നൊക്കെ ഉള്ളത് നോക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെയാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി? അവസാനം വന്നിട്ടുള്ള കാർഡ് ലവേഴ്സ് കാർഡാണ്. പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട്, കണ്ടീഷനിങ് വന്നിട്ടുണ്ട്, ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട്. ഇത് സോഴ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം. ടെൻ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ് നോക്കുന്നത്. ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. സെവൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി നോക്കുന്ന സമയത്ത് ഇവിടെ സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണ്. ആൻഡ് പുതിയൊരു തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്തായാലും. കാരണം ഇവിടെ പോസിറ്റീവ് കാർഡ്സ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രം കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ആ ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനെ വേണ്ട എന്ന് വെച്ചിട്ട്, പൂർണ്ണമായും വേണ്ട എന്ന് വെച്ചിട്ട് പുറത്തോട്ട് സ്വയം ഇറങ്ങി വന്നിട്ടുണ്ട്. ചില ആളുകളത് എനിക്കിവിടെ സ്പിരിച്വാലിറ്റി കാണുകയാണ്. സ്പിരിച്വാലിറ്റി മീൻസ് അവർ സ്വയം അവരെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ, മെച്യൂർഡ് ആവുക എന്ന് പറയും. ഓക്കെ, മെച്യൂരിറ്റി ഇല്ലായ്മയിൽ നിന്ന് മെച്യൂർഡ് ആവുക, പക്വതയിലേക്ക് വരിക ഈ പേഴ്സൺ. സോ ആ ഒരു പക്വതയിൽ നിന്നുകൊണ്ട് അവർ ചുറ്റിനുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നും പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ കണ്ടീഷനിങ് വന്നതുകൊണ്ടും അതുപോലെ സെവൻ ഓഫ് വാൻഡ്സ് വന്നതുകൊണ്ടും ഈ പേഴ്സൺ ലൈഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള എന്തൊക്കെയോ തിരിച്ചടികൾ നേടിയതായിട്ട്, അതായത് കർമ്മ എന്ന് പറയാം, അവനവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരം. അത് നല്ല രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ എന്തൊക്കെയോ അവരിവിടെ നേടിയെടുത്തതായിട്ട് കാണുന്നുണ്ട്. അത് മേലെ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സിൽ നിന്നും ആ ഒരു കർമ്മ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിലൂടെ പോകുമ്പോഴും അവർ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിൽ. അവർ എല്ലാം ചുറ്റിനുമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തന്നെ പാസ്റ്റിൽ നടന്നിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ പാസ്റ്റിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിക്ക് റിയലൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടിരിക്കുമ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു അറ്റൻഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കറക്റ്റ് നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അവരത് തരാൻ തയ്യാറാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉള്ള, ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, തരാതിരുന്ന ആ ഒരു
പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഈ പേഴ്സൺ നിങ്ങൾക്ക് ഇനി തരുന്നതാണെന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ റീസൺ ആയിട്ട് അവർ എന്തൊക്കെയോ ലൈഫിൽ പഠിച്ചതായിട്ട് അവർ ചെയ്തതിന് തെറ്റിനുള്ള പ്രതിഫലം അവർ അനുഭവിച്ച് കഴിയാനായി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ആൻഡ് സിറ്റുവേഷൻ ഇതാണ്. ഞാൻ പറഞ്ഞു ഒരു പുതിയ തുടക്കത്തിനും അതുപോലെ തന്നെ ഒരു റിയൂണിയൻ പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. എഗെയിൻ ലവേഴ്സ് കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണുള്ളൊരു കറൻറ്റ് ഫീലിങ്സ് പറയുമ്പം വളരെയധികം സ്നേഹം തോന്നുന്ന സമയമാണ്. ഓക്കെ, വളരെയധികം സ്നേഹം തോന്നുന്ന സമയമാണ്. അതിൻ്റെ റീസണാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അവർക്ക് എല്ലാം മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, മേ ബി ജോലി ആയിരിക്കാം, കരിയർ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം, എന്തുമാപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിനെല്ലാം ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അവരെന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ട്രോമ പോലെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അനുഭവിച്ച ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ, അങ്ങനെയുള്ള എന്തെങ്കിലും ലൈഫിൽ സ്ട്രഗിളിങ് അനുഭവിച്ചൊരു വ്യക്തിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവരതിനൊക്കെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഹീലിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് നോക്കാം. സോ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ആൻഡ് കറൻറ്റ് ഫീലിങ്സ് ഒക്കെ ഇതാണ് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ഗൈഡൻസ്, യൂണിവേഴ്സ് ഗൈഡൻസ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള യൂണിവേഴ്സ് ഗൈഡൻസ്. ഇന്നർ പീസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ടാകാം. എന്തെങ്കിലും ഇപ്പം നിങ്ങൾ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും തന്നെ നിങ്ങൾക്കൊരു ആൻസർ കിട്ടുന്നുണ്ടാകാം. നല്ല രീതിക്ക് ശ്രദ്ധിക്കുക, ആ ഒരു ഇന്നർ വോയിസ് നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ നിങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടാകും. ഇനി ആ ഒരു ഇന്നർ വോയിസ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മെഡിറ്റേഷൻ ചെയ്യുക, നല്ല രീതിക്ക് പ്രെയർ ചെയ്യുക. ഒരു തവണ ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ആൻസർ കിട്ടും. ഇന്നർ വോയിസ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഫസ്റ്റ് തോട്ടിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യം ഫസ്റ്റ് തന്നെ കൺഫേം ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്കുള്ള ആൻസർ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഇന്നർ വോയിസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ, അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള സമാധാനം കണ്ടെത്തുക. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്കുള്ള ആൻസറുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ആൻസർ, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അറിയാമെങ്കിലും നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ സിറ്റുവേഷൻസ് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് സത്യമായിട്ടുള്ളതാണെങ്കിൽ അതും അക്സെപ്റ്റ് ചെയ്യുക, ആൻഡ് സമാധാനം കണ്ടെത്തുക. ഇന്നർ പീസാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫോക്കസ് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, അലസതയിലേക്ക് പോവാതിരിക്കുക. ഓക്കെ, തനിക്ക് അറിയാം എന്താണ് സംഭവം, അല്ലെങ്കിൽ ഇന്നതാണ് സംഭവം എന്നുള്ളത് കറക്റ്റ് അറിയാമെങ്കിലും ഉത്തരം കിട്ടാത്തതുപോലെ വെറുതെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ അലയുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ളത് മാറ്റി വെക്കുക എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു റീഡിങ് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.